ഇപ്പോൾ ആരുടെ മുഖച്ഛായ ഒക്കെ തെറ്റാണല്ലോ കർത്താവ്. ബേബിനെ എടുക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് പെയിനാണ്. നെക്സ്റ്റ് ബേബിക്ക് എന്തായാലും ആ പേരിടും. എന്തോ ആ കുളീന് എന്തോ കുളിയെന്ന് പറയല്ലോ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അറ്റാക്ക് എനിക്ക് നെഞ്ചുവാൻ എടുക്കണ ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ ഇപ്പം ചത്തു പോകുന്ന ഞാൻ പറഞ്ഞത് അതിനെടുത്തിട്ട്. വെയിറ്റിൽ എന്താണ് കാര്യമായിട്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് 5 അല്ല 10 ക്വസ്റ്റ്യൻസ് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മന്തായിട്ടോ നമ്മൾ ആ പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഇത്ര നാൾ പെൻഡിങ്ങിലിട്ടായിരുന്നു, കാരണം ഭയങ്കര തിരക്കുകളായിരുന്നു. ബേബിനെയും കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ അവൾ മുട്ടുമ്പോൾ പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറയാമല്ലോ റെസ്റ്റ് കിട്ടുന്നില്ല. അവളെ ഉറക്കി കിടത്തി കിച്ചണിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ വീണ്ടും അവളെ എനിക്കും. അപ്പോൾ വീണ്ടും അവളെ ഉറക്കി കിടത്തി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അവളെ എനിക്കും. ഇപ്പോഴാണെങ്കിൽ മുട്ടുമ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. അതാണ് വീഡിയോ ലാഗായി പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിലുള്ള റിപ്ലൈയും ഈ വീഡിയോയിൽ. ഇനി പാർട്ട് 3 പാർട്ട് 4 ആയിട്ടൊന്നും എടുക്കണില്ല. എല്ലാത്തിനുള്ള ആൻസേഴ്സ് ആയിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. സേരയ്ക്ക് സേരയ്ക്ക് ഇപ്പോൾ ആരുടെ മുഖച്ഛായ ഒക്കെ തെറ്റാണല്ലോ കർത്താവ്. സേരയ്ക്ക് ഇപ്പോൾ ആരുടെ മുഖച്ഛായ ആണെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. സേര ജനിച്ച ഉടനെ എല്ലാവരും പറഞ്ഞു സേര എൻ്റെ ചായയാണ്, തനി അമ്മയാണ്, അമ്മക്കുട്ടിയാണ്, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കൊച്ചി എൻ്റെ പോലെയാണല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ തുള്ളിച്ചാട്ട് എക്സൈറ്റ്മെൻ്റ് ആയി. പക്ഷെ അവളൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചായ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 7 മാസം. ഇപ്പോൾ ലാസ്റ്റ് അവളുടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ അവൾ കറക്റ്റ് അവളുടെ പപ്പയുടെ ചായയായി. എല്ലാവരും ഇപ്പോൾ പറയുക പാച്ചുവിൻ്റെ ചായയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും തുള്ളിച്ചാട്ടം ഉണ്ടായിരുന്നല്ലോ. ആ തുള്ളിച്ചാട്ടമൊക്കെ ഇപ്പോൾ പാച്ചുവിൻ്റെലേക്ക് മാറി. ഇപ്പോൾ പാച്ചു ഒന്ന് ഡൗൺ ആയിരുന്നാൽ അത് എനിക്ക് കിട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ചായ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു സന്തോഷം. പാച്ചുവിൻ്റെ ചായ ആണെങ്കിലും സന്തോഷമാണ്. പക്ഷെ നല്ല എൻ്റെ ചായ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. പാച്ചുവിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പാച്ചുവിനെ കുറിച്ച് 2 വാക്കല്ല, ഒരു 2000 കോടി ലെങ്ത്തുള്ള അത്രയ്ക്ക് പറയാനുണ്ടായിരിക്കും പാച്ചുവിനെ പറ്റിയിട്ട്. പാച്ചുവിനെ പറ്റിയിട്ട് എന്താ പറയുക, പാച്ചു അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ ജാവ പറയുന്ന പോലെ സിമ്പിളാണ്, സൂപ്പറാണ്, പവർഫുള്ളാണ്, എനർജറ്റിക്കാണ്, എല്ലാം ആണ്. സത്യം പറഞ്ഞാൽ പാച്ചുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിരിക്കും. അപ്പം നല്ലൊരു കമ്പാനിയനാണ്, നല്ലൊരു പാർട്ട്ണറാണ്, നല്ലൊരു ഫാദറാണ്, നല്ലൊരു ഫ്രണ്ടാണ്. പോരെ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് ചേച്ചിക്ക് എത്ര ഏജായി? എനിക്ക് എത്ര ഏജായി കാണും? എന്താണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ? നിങ്ങൾ ആദ്യം ഗസ് ചെയ്യട്ടോ. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് എൻ്റെ ഏജ് പറയാം. അല്ലെങ്കിൽ വേണ്ടപ്പോൾ തന്നെ പറയാമല്ലോ, എന്തിനാ വീഡിയോ ലാസ്റ്റ് വരെ നിൽക്കണേ. എനിക്കിപ്പോൾ കറക്റ്റ് 23 ആണ്. 23 ഇയേഴ്സ് ഓൾഡാണ്. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തോന്നും. അതെൻ്റെ മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. എനിക്ക് കറക്റ്റ് 23 ആയിട്ടുള്ളൂ. ചേച്ചിക്ക് എത്ര? ചേച്ചിയുടെ ഇപ്പോഴത്തെ വെയിറ്റിൽ എന്താണ് കാര്യമായിട്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ വയസ്സാണെങ്കിലും എൻ്റെ വെയിറ്റ് ആണെങ്കിലും എനിക്ക് പറയാനുണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. എല്ലാവരും ഇതൊക്കെ നോർമലി കാണുന്നതാണ്. എനിക്കിപ്പോൾ കറക്റ്റ് 95 kg ഉണ്ട്. കണ്ടിങ്ങനെ നിങ്ങൾ പറയും തോന്നില്ല 95 ഉണ്ടെന്ന്. പക്ഷേ ആക്ച്വലി എനിക്ക് 95 kg ഉണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ ഇന്ന് കാലത്ത് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ബേബിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മേത്ത് മുഴുവൻ ചൂടുകുരുവായിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. അപ്പോൾ ഇങ്ങനെ ചൂടുകുരാന്ന് പറഞ്ഞപ്പോൾ ഒരു സോപ്പും അതേപോലെ തന്നെ പൗഡറും നമുക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബേബിയുടെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ സൈഡിൽ മിഷൻ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ കയറി നിന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ 95 kg ഉണ്ട് ഗൈസ്. ഇതൊന്നും വിഷയമല്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, വെയിറ്റ് കൂടാം വെയിറ്റ് കുറയാം. അപ്പോൾ അതൊന്നും നെവർ മൈൻഡ്. ഞാനത് മൈൻഡ് ആക്കണില്ല. പ്രഗ്നൻസി മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. രാവിലെ ഒരു മൂടാണെങ്കിൽ ഉച്ചയ്ക്കൊരു മൂടാണെങ്കിൽ രാത്രി ഒരു മൂഡ്, ഇങ്ങനെ കിടന്ന് കറങ്ങായിരുന്നു. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യായിരിക്കും.
അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ വണ്ടി നിർത്തി ചായ കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ പറയും എനിക്ക് ജ്യൂസ് മതി. അപ്പം ചായ എന്നുള്ള കൺസെപ്റ്റ് മാറി ജ്യൂസായി. അതേപോലെ ജ്യൂസ് കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ അപ്പം ബിരിയാണി കഴിക്കും. ബിരിയാണി കഴിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ അപ്പം ഷവർമ വേണം. ഇങ്ങനെയാണ്. ഇന്ന ഫുഡ് എന്നില്ല, നമ്മൾ വിചാരിക്കണതാവില്ല അവിടെ എത്തുമ്പോൾ വരിക. അപ്പോൾ വീട്ടിൽ നിന്ന് പറയാണ് എനിക്ക് വൈമാള് കാണാൻ പോകണം. ശരി, ഡ്രസ്സ് മാറി ഒരുങ്ങി കെട്ടി വൈമാളിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ പറയും എനിക്ക് മതി, എനിക്ക് വീട്ടിൽ പോകണം. എന്തിനാ ഒരുങ്ങി കിട്ടി വന്നേന്നുള്ളത്. അപ്പോൾ പറഞ്ഞു ഇതാണ് മൂഡ് സ്വിങ്സ്. ഇപ്പം ചിന്തിക്കുന്നതല്ല അരമണിക്കൂർ കഴിയുമ്പോൾ വരാം, ഇപ്പം ചിന്തിക്കുന്നതല്ല 5 മിനിറ്റ് കഴിയുമ്പോൾ വരാം. ഭയങ്കര രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ആയിരുന്നു. ബേബിക്ക് എത്ര വെയിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് 7,800 വെയിറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ ചെക്ക് ചെയ്തപ്പോൾ 7,800. അവൾക്കിപ്പോൾ 7.5 മാസമായിട്ടുണ്ട്. 8 മാസത്തിലോട്ട് കടക്കാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് കുഞ്ഞുപാറുവിനെയും പാച്ചുവിനെയും ആഡ് ചെയ്ത് ഡാൻസ് വീഡിയോസ് ചെയ്യുമെന്ന്. അതായത് എൻ്റെ ബേബീനെയും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഡാൻസ് വീഡിയോ ചെയ്യുമെന്ന്. ഫസ്റ്റ് ഞാൻ പറയുകയാണ്, ഞാൻ ഡാൻസ് കളിക്കാറില്ല. അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കാറില്ല. പാച്ചു വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും, നന്നായി കളിക്കും. പക്ഷെ എനിക്കങ്ങനെ അത്ര വലുതായിട്ട് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. പാട്ട് വേണമെങ്കിൽ ഞാൻ പാടാം, പാട്ട് എനിക്ക് പാടാറിയാം. പക്ഷെ ഡാൻസ് വേണമെങ്കിൽ ഞാൻ പാച്ചുവിനും മീനിട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എപ്പോഴും അന്നമ്മു ഹാപ്പി ആയിരിക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ്? ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരിക്കും. എനിക്കറിയാത്ത ഒരാളായാലും ആരോട് സംസാരിക്കായാലും എൻ്റെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരിക്കും. ബട്ട് എനിക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയായ കാരണം അങ്ങനെ ചിന്തിക്കാറില്ല. അതങ്ങനെ എൻ്റെ ഒരു പ്രകൃതമാണ്. അതങ്ങനെ നമ്മളൊരുമിച്ച് എന്ന് ട്രിപ്പ് പോവും വിത്ത് ഹസ്ബൻഡ്സ് ആൻഡ് ബേബീസ്. ഇത് ചോദിച്ചിട്ടുള്ള എൻ്റെ കസിനാട്ടോ. അവൾക്കും ഒരു ബേബി ഉണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ചേർന്നിട്ട് എന്നായിരിക്കും ഇനി നെക്സ്റ്റ് ട്രിപ്പ് പോവാന്നുള്ളതാണ്. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും പോവാം, അത് ഉറപ്പാണ്. അത് അടുത്തത് ട്രിപ്പിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. സാറയുമായി എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? സാറേനെയും കൂട്ടിയിട്ട് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഇപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ടാണ് ഒരു മടിച്ചിട്ട് നിൽക്കണേ. 1-2 പേര് നമ്മളായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഇപ്പോൾ കസിൻസ് ആയാലും ഒക്കെ കുറേ പേര് വിളിച്ചിട്ടുണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ട്. പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, എന്തായാലും പോവും. എവിടേക്കാണൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ, ഞങ്ങളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്തായാലും പോവും, അത് ഉറപ്പാണ്. ബേബിക്ക് എന്തൊക്കെ സോളിഡ് ഫുഡ്സാണ് കൊടുക്കുന്നത്? സാറയ്ക്ക് ഇപ്പം നിലവിൽ കൊടുക്കുന്ന ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാതും ബോയിൽ ചെയ്തിട്ട് കൊടുക്കും. പിന്നെ റാഗിപ്പൊടി, കായ്പ്പൊടി അങ്ങനത്തെ കൊടുക്കും. വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബേബിക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡ്, അവളുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മന്ത് സ്റ്റാർട്ടായപ്പോൾ 6 മന്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആരും തെറ്റിദ്ധരിക്കരുത്. 6 മന്ത് സ്റ്റാർട്ടാവുമ്പോഴല്ല, 6th മന്ത് എൻഡിക്കുക. കറക്റ്റ് 6 മാസം തികഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം ഞാൻ അവൾക്ക് സോളിഡ്സ് കൊടുത്തു തുടങ്ങി. ഏറ്റവും ആദ്യം കൊടുത്തത് കായപ്പൊടിയാണ്. നമ്മുടെ കണ്ണൻകായ എന്ന് പറയും, ചിലയിടത്ത് കുന്നൻകായ എന്നൊക്കെ പറയും, ആണ് ഏറ്റവും ആദ്യം കൊടുത്തത്. അത് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ദഹിക്കും. കുട്ടികൾക്ക് അവരുടെ വയറായിട്ടൊന്ന് സെറ്റ് ആവണ്ടേ. പാല് മാത്രം കുടിച്ചിട്ടുള്ള കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് വയറ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കുന്നൻകായയുടെ പൊടിയാണ് ഏറ്റവും ആദ്യം കൊടുത്തത്. അതിനുശേഷം ഞാൻ 1 മന്ത് അതിനാട്ടോ കൊടുത്തത്, വയറൊന്ന് സെറ്റ് ആവാനായിട്ട്. ഇവൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ 1 മന്ത് കായപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡെയിലി 2 കൊടുത്ത്, കാലത്തും ഈവനിങ്ങുമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 മന്ത് കൊടുത്തതിന് ശേഷം പിന്നെ റാഗിപ്പൊടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. റാഗിപ്പൊടിയും കുഴപ്പമില്ല, അവളെ വയറിന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങി. നേന്ത്രപ്പഴം നന്നായി പുഴുങ്ങിയിട്ട്, നല്ല പഴുത്ത പഴം കേട്ടോ, നല്ല പഴുത്ത പഴം നന്നായി പുഴുങ്ങിയിട്ട് പുട്ടുംകുറ്റിയിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് ചരക്കി കൊടുക്കും. പിന്നെ ആപ്പിള്, ക്യാരറ്റ് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് പുഴുങ്ങും. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് പ്യൂരി പോലെ ആക്കിയിട്ട് ചരക്കി കൊടുക്കും. പിന്നെ മത്തങ്ങ കൊടുക്കാറുണ്ട്. മത്തങ്ങ ഇതേപോലെ പുഴുങ്ങിയിട്ട് കൊടുക്കും. ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റോ ഇത് 3 കൂടിയിട്ട് ബോയിൽ ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് മോർണിംഗ് ആട്ടോ ഞാൻ അതൊക്കെ കൊടുക്കുക. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആണെങ്കിലും മോർണിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറുക്ക്
സാധാ തന്നെ കൊടുക്കും. ഇനി 8 മാസം ഇപ്പോൾ അവൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനിനി എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എഗ്ഗിൻ്റെ ഏറ്റവും നല്ല കൊടുക്കുന്നത് വൈറ്റിലാട്ടോ, യെല്ലോ ആണ് കൊടുക്കേണ്ടത്. എഗ്ഗിൻ്റെ യെല്ലോ കൊടുക്കണം. പതുക്കെ പതുക്കെ വൈറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം പിന്നെ ആരോ ഡേറ്റ്സ് മിക്സ്, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് മിക്സ് പൗഡറൊക്കെ കിട്ടും. ഞാൻ ബേബിക്ക് ഫുഡൊക്കെ കാണിക്കുന്നത് ജുസാ ഫുഡ്സ് എന്നുള്ള പേജിലാണ്. വേണം ഞാൻ പേജോടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ജുസാ ഫുഡ്സ് 100% നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേജാണ്. അതേപോലെ തന്നെ അതിലത്തെ ഫുഡ്സൊക്കെ ആണെങ്കിലും സാർക്ക് ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയാനായിട്ട് ഞാനിങ്ങനെ പോയി എടുത്തിട്ടില്ല. അതായത് ഇങ്ങനെ ആയുർവേദ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കാണാം, അങ്ങനെ പോയിട്ട് എടുത്തിട്ടില്ല. എൻ്റെ വീട്ടിലോട്ടും വന്നിട്ട് എടുത്തിട്ടില്ല. എൻ്റെ ആയുർവേദ ഡോക്ടർ എൻ്റെ അമ്മ തന്നെയായിരുന്നു. എൻ്റെ എല്ലാ മരുന്നുകളും അതേപോലെ തന്നെ എൻ്റെ ഒഴിച്ചിലായാലും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ അമ്മ തന്നെയാണ്. എന്തോ ആ കുളീന് എന്തോ കുളിയെന്ന് പറയില്ല, വേദ് കുളി, ആ സംഭവം മുഴുവൻ ചെയ്തത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. അമ്മയുടെ കർശനമായ ശിക്ഷണത്തിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടന്നത്. എണ്ണിടലും കൂടിയൊക്കെ അമ്മ തന്നെയായിരുന്നു. പക്ഷെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കലേ എനിക്ക് ഗ്യാസിന് ചെറിയൊരു പ്രോബ്ലം വന്നായിരുന്നു. അപ്പം അതോടുകൂടി ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനത്തെ മരുന്ന് കഴിക്കണ്ട, കാരണം എൻ്റെ ബോഡി ഗ്യാസ് ഫോം ചെയ്യുന്ന ബോഡിയാണ്. സോ 3-4 വട്ടം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, ഗ്യാസ് കയറാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കുക. ഇപ്പം നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, ഗ്യാസ് കയറുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നമുണ്ട്, ഭയങ്കര വേദനയാണ്. ഞാൻ ആദ്യം വിചാരിച്ച അറ്റാക്കാന്നാണ്. സത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറ്റാക്ക്, എനിക്ക് നെഞ്ചുവേദന എടുക്കണ ആശുപത്രി കൊണ്ടുപോകും, ഞാൻ ഇപ്പം ചത്തു പോകുന്നു ഞാൻ പറഞ്ഞത് അതിനെടുത്തിട്ട്. ഗ്യാസ് കയറാൻ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം കേട്ടോ. നിങ്ങൾ ഇപ്പം ചിരിക്കുന്നുണ്ടാവും, പക്ഷേ ഭയങ്കര പെയിനത്. അത് കാരണം പെയിൻ കില്ലറിൻ്റെ മരുന്ന് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബൈ ചാൻസ് വരാണെങ്കിൽ കഴിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അത്രയ്ക്കും ഭയങ്കര പെയിനാണ്, ബേബിനെ എടുക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് പെയിനാണ്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ഫിസിക്കലുള്ളതൊക്കെ കഴിഞ്ഞു. ബട്ട് ഇൻടേക്ക് എടുക്കുന്നത് പകുതിക്ക് വെച്ച് ബ്രേക്കായി, കാരണം ഗ്യാസ് ഫോമിങ് കാരണം അത് നിർത്തി വെച്ചു. അപ്പം നമ്മുടെ ഏതാനും ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ആരുടെയും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ 10 ചോദ്യമാണെങ്കിൽ ഇതിൽ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുക, കാരണം അടുത്തടുത്ത ചോദ്യങ്ങളിൽ ലാഗാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വ്ളോഗും അതേപോലെ തന്നെ ബേബി, എൻ്റെ ഫാമിലി എല്ലാത്തിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂടെ കേട്ടോ, നമുക്ക് ഒരുമിച്ച് പോവാം. വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. നിങ്ങളുടെ കമൻസ് ആയാലും നിങ്ങളുടെ വ്യൂസ് ആയാലും കുറേ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും.